കോഴിക്കോട് വേങ്ങേരി മേൽപ്പാലത്തിൽ ട്രാഫിക് സിഗ്നലുകളോ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളോ ഇല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. 6 ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്ന റോഡിൽ അപകട സാധ്യതയും കൂടുതലാണ്. നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ പല വാഹനങ്ങളും നിയമം തെറ്റിച്ച് തോന്നിയ വഴിയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ കുറച്ചു മാസമാണ് പ്രവൃത്തി പൂർത്തിയാക്കിയ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു നൽകിയത്. ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് വേങ്ങേരി മേൽപ്പാലത്തിലൂടെ കടന്നുപോകുന്നത്. ട്രാഫിക് സിഗ്നലുകളോ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളോ ഇല്ലാത്തതിനാൽ ഒരേ സമയം പാലത്തിലെത്തുന്ന വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അവസ്ഥയാണ്. ബാലുശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളും കുണ്ടൂപ്പറമ്പ്, മലാപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളുമാണ് ഇതുവഴി കടന്നുപോകുന്നത്. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ നിയമം പാലിക്കാതെ തോന്നിയ വഴിയാണ് പല വാഹനങ്ങളും തലങ്ങും വിലങ്ങും ഓടുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് സിഗ്നലോ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യമോ മേൽപ്പാലത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ സർവീസ് റോഡ് ഇവിടെ വൺ വേ അല്ല. അപ്പോൾ സർവീസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും വണ്ടി. അപ്പോൾ റോഡിന് ആദ്യം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കുഴപ്പമില്ല. ഈ സർവീസ് റോഡിന് വൺ വേ അല്ല എന്ന് അതോറിറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംമാതിരി ആക്സിഡൻ്റ് ഉണ്ടാവും. ഇവിടെ അമ്പിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഒരു പോലീസ് ഉണ്ടെങ്കിൽ താഴെ അണ്ടർപാസിൽ പോലീസുണ്ട്. അതേമാതിരി ഒരു PC ഇവിടെ ഇടുകയാണെങ്കിൽ കുറേ കാര്യമായി കിട്ടും. ജനത്തിരക്കേറുന്ന രാവിലെയും വൈകിട്ടും ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കാൽനട യാത്രക്കാരെ സംബന്ധിച്ചും റോഡ് ക്രോസ് ചെയ്യുക എന്നത് വലിയ പ്രതിസന്ധിയാണ്. ഏതു വഴി വാഹനം കടന്നു വരുമെന്ന് അറിയാത്തതിനാൽ ഭയന്നുകൊണ്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. വലിയ അപകടം ഉണ്ടാകും മുമ്പ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്.